ഇളകി മറിയുന്ന ഈ കടൽ പോലെയായിരുന്നു എൻ്റെ മനസ്സ്. നിന്റെ വരവോടെ അതിപ്പോ ശാന്തമായി മോളെ. മുത്തശ്ശി നിന്നോട് ഇതുവരെ സംസാരിക്കാത്തതിൽ മോക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുകയാണ് ഈ വാശി. അമ്മയുടെ വാശിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരായ ഒരു തീരുമാനവും അമ്മ ഇനി എടുക്കില്ല. മോള് വിഷമിക്കാതെ, എല്ലാം നേരെയാവും. പൊറുക്കാനാവാത്ത തെറ്റാണ് സൗദാമിനിയോട് ഞാൻ ചെയ്തത്. അവൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും. പക്ഷേ അച്ഛന്റെ മനസ്സ് മോള് മനസ്സിലാക്കണം. എനിക്ക് അവളെ കാണണം, മാപ്പ് ചോദിക്കണം. അതിന് മോൾ അച്ഛനെ സഹായിക്കണം. നാളെ നമുക്കൊന്നിച്ചു പോകണം, അമ്മയെ കാണണം. വേണ്ട, അത് വേണ്ട. അതെന്താ? വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് അച്ഛൻ ആരാണെന്ന് പോലും അമ്മ പറഞ്ഞത്. എങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ അമ്മ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുതെന്ന്. അച്ഛനെ കാണാൻ പോലും അമ്മ ആഗ്രഹിക്കുന്നില്ല. അവൾ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. വേണ്ട, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. പക്ഷെ പകരം അച്ഛനും ഒരു വാക്ക് തരണം. മോളൊരിക്കലും അച്ഛനെ വിട്ടുപോകരുത്. വയ്യ, ഈ നാടകം തുടരാൻ ഇനി എനിക്ക് വയ്യ. അദ്ദേഹം ഞാൻ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. ഇത് മഹാഭാവമാ. സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അത് കാണുമ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തു പോകുന്നു. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി പോന്നില്ലേ? അതുപോലെ കൊച്ചുവൻ എന്താ ആയിക്കൂടാത്തത്? രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ആരെന്ന് ചോദിക്കല്ലേ ഗോപിയെ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇത്രയും സേഫായൊരു സ്ഥലം ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം. ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ. കുറച്ചു നാളത്തേക്ക് കൂടി മതി ഈ കളി. ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ. അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, എന്നാലും രൂക്ഷമാവില്ല. എടാ വേണുകുട്ടാ, എടി കാർത്തികേ, എടി രാധികേ, ആ ബെറ്റിലെ തട്ട ഒന്നും എടുത്തോണ്ട് വന്നേ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? മുത്തശ്ശി വിളിച്ച കേട്ടില്ലായിരുന്നു അമ്മ. എടി പാർക്കുട്ടി, സുമതി, ആരുമില്ല എനിക്കൊരാവശ്യത്തിന്? എടി വലിഞ്ഞു കയറി വന്നവരോട് പറഞ്ഞേര്, എനിക്ക് സേവ ചെയ്യാൻ പുറത്തു വന്ന ഒരാളെ ആവശ്യമില്ലെന്ന്. മുത്തശ്ശിക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പെണ്ണുങ്ങളുള്ള വീടാ. ഞാനൊരു പെണ്ണല്ലേ? ആർക്കെങ്കിലും ഒരു വാക്ക് മിണ്ടിയാലെന്താ? മുത്തുപൊഴിഞ്ഞു പോവോ? അവരോടൊക്കെ പോവാൻ പറ. നിന്നോട് മിണ്ടിയില്ലേ നീ മിണ്ടണ്ട. ആ, അത് ഞാനും ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വെറ്റിലെക്കെണ്ണം താഴെ എറിഞ്ഞ് ഉടച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല, നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ആണെന്ന്. അതൊക്കെ പോട്ട്, നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം. തനിയെ കണ്ടുപിടിച്ചാ മതി. ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെ? പാട്ട് പാടണം. പാട്ടോ? എനിക്ക് വയ്യ. അല്പം സ്വല്പം പാടാൻ അറിയാവുന്ന നിനക്കൊന്ന് പാടിയാലെന്താ? മോളിഞ്ഞു വന്നേ, ഇനി വന്നേ. ഈ പാട്ട് അങ്ങോട്ട് പാടിയാ
മുത്തശ്ശി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തച്ഛൻ പാടാറുള്ള പാട്ടാ. പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി നടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ട ആണത്രേ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത്. അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലോ. അല്പസ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല. മോള് പാട്. പിന്നൊരു കാര്യം, എന്താ? കൊളമാക്കരുത്. ആ കഴിക്ക് കഴിക്ക്. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ. ഉം. ഇങ്ങോട്ട്. എന്താ നിനക്ക് എന്നോട് പിണക്കാ? വാ. കൂട്ടുകൂടാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ? എന്താ വായിൽ നാവില്ലേ? അത് തന്നെയായിരുന്നു എന്റെ സംശയം. ഇന്നലെ വരെ ഇല്ലാത്ത നാവ് ഇപ്പൊ എവിടെ വന്നു? എന്നോടൊന്നും തോന്നരുത് കേട്ടോ. പലവട്ടം വിചാരിച്ചതാ വന്ന് എന്തെങ്കിലും സംസാരിക്കണോന്ന്. പിന്നെ മുത്തശ്ശി പേടിച്ചു. എന്തെത്ര പേടിക്കാൻ? മുത്തശ്ശി പിടിച്ച് വിഴുങ്ങോ? അയ്യോ പതുക്കെ, അകത്ത് കേൾക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ടെന്ന് പറയാം. കാണണോ? അയ്യോ വേണ്ട. അതിന് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. തന്റെ അടുത്തോട് തറവാട്ടിലേക്ക് വന്ന് കേറിയപ്പോഴേ മനസ്സിലായി. ഗോപികേ, ഗോപികേ, ആ വെച്ചട്ടം എടുത്തുണ്ടോ മോളെ? അമ്മ അവളെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത്. അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തോന്നാ ഈ പറയുന്നത്? അമ്പൂറ്റിയുടെ സ്വത്തൊക്കെ ഒരു അവകാശമായില്ലേ? അവകാശം ഉണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും ഒക്കെ എന്താ കാര്യം? അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത്. ഇത്രയും നാളും അവൻ ഒറ്റ തടിയായിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല. സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജയും സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ. ഈ പെണ്ണിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണമെന്ന് വെച്ചാ ആരും ഇതൊക്കെ ചെയ്യാ? ഇപ്പോഴാണെങ്കിൽ അമ്മയുണ്ട്. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും.